പറഞ്ഞു തുടങ്ങിക്കോ സ്വാമി. പറഞ്ഞോ കേൾക്കാമോ? നിങ്ങൾക്ക് അവിടെ പോയി കിട്ടുമല്ലോ, മര്യാദക്ക് അവിടെ പോയി എല്ലാരും സെറ്റായതിനു ശേഷം പ്ലീസ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പാളയം ഇമാം അടക്കമുള്ള പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തെ കാണാൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയതാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അവറുകൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെ മതേതര കൂട്ടായ്മയ്ക്ക് എന്നും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയ വ്യക്തിയാണ്. എല്ലാ മതങ്ങളോടും സമാന രീതിയിൽ തന്നെ സമഭാവനയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ ചുമതല ഏൽക്കുവാൻ പോകുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിന്റെ പേര് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിന്റെ ആത്മീയ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും ആശീർവദിക്കുവാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ ചുമതല നമ്മുടെ ഈ കേരളത്തിന്, ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരുപോലെ അഭിമാനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും നമ്മുടെ പുതിയ നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ നമ്മുടെ വി ഡി സതീശൻ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്നല്ല രാജ്യത്തിന്റെ മതസൗഹാർദ്ദം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നല്ല നിരവധി പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഈ സൗഹാർദ്ദത്തെ, പരസ്പര സ്നേഹത്തെ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പരമുള്ള ഐക്യത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഈ അർത്ഥത്തിൽ നല്ല ഒരു മത സൗഹാർദ്ദത്തെ ശക്തമായിട്ട് പിന്തുണക്കുന്ന, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചു എന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആക്സിന്റെ എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മതവിഭാഗ ഭേദമന്യേ എല്ലാ ഹൈന്ദവ സ്നേഹിതരുടെയും ഇസ്ലാം സ്നേഹിതരുടെയും ക്രൈസ്തവ സ്നേഹിതരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തോടൊപ്പം കാണും. എല്ലാവരെയും ഒരുപോലെ കണ്ട് മുൻപോട്ട് പോകുന്ന അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി കേരളത്തെ, എന്റെ ദർശനത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ, ഇവിടുത്തെ യുവജനങ്ങൾക്ക്, യുവതീ യുവാക്കൾക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്
ഉന്നതമായ സ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കൂടെ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സഭകളുടെയും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യാ സഭയുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തെ അറിയിക്കുന്നു. ആക്സ് എന്ന സഭാവിഭാഗ ഭേദമന്യുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ട്രസ്റ്റിന്റെ ബഹുമാനമുള്ള ജോർജ് സെബാസ്റ്റ്യൻ അതിന്റെ സെക്രട്ടറിയാണ്. അതിലെ എല്ലാ ബിഷപ്പന്മാരും സ്വാമിജിയും ഇമാമും ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചുണ്ട്. ശക്തമായി അദ്ദേഹത്തിന് മുൻപോട്ട് പോകുവാൻ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. ഞാനിത് ഈ മതേതര കൂട്ടായ്മ അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ അഭിമാനമാണ്. അവരെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ഏത് സംഘർഷം ഉണ്ടായാലും അവരൊരുമിച്ച് നിന്ന് അതിമനോഹരമായ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കും. വിദ്വേഷ പ്രചരണത്തിനെതിരായി മതസൗഹാർദ്ദത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന ഈ തലസ്ഥാന നഗരിയുടെ മുഖങ്ങളാണ് ഇവരെല്ലാവരും. അവർ വന്ന് എന്നെ അനുഗ്രഹിച്ചതിലുള്ള നന്ദി ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അവരുടെ സ്വപ്നം ഒരു വിദ്വേഷ പ്രചരണവും ഇല്ലാത്ത ഒരു മതേതര കേരളമാണ്. ആ മതേതര കേരളം സൃഷ്ടിക്കാൻ അവരുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അവരുടെ വാക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, എല്ലാ വിദ്വേഷ പ്രചരണത്തെയും എല്ലാ മതവിദ്വേഷത്തെയും എല്ലാത്തിനെയും ശക്തിയായി എതിർക്കുമെന്നുള്ള വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഉറച്ചു നിൽക്കും. അതാണ് എനിക്ക് ഈ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകാനുള്ളത്. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സംസ്ഥാനത്തുടനീളം എല്ലാ മതവിശ്വാസികളും ഉൾപ്പെട്ടവർ നടത്തിയ പ്രാർത്ഥന കൂടിയാണ് എൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചുമതല കിട്ടിയപ്പോൾ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു ദൈവ നിയോഗം കൂടിയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു ഡിവൈൻ അസൈൻമെന്റായി, ദൈവ നിയോഗമായി തീർച്ചയായും കൊണ്ടു നടക്കും, ഒരു സംശയമില്ല.